ഇരട്ട വോട്ടുകൾ തടയാനായത് പോളിംഗിനെ ബാധിച്ചിട്ടുണ്ടെന്ന് പാലക്കാട് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. പാലക്കാട് വടകര മണ്ഡലങ്ങളിൽ CPM UDF വോട്ട് മറിച്ചിട്ടുണ്ടെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. പാലക്കാട്ടെ കൂടുതൽ CPM കോൺഗ്രസ് പ്രവർത്തകർ ഉടൻ BJPയിൽ ചേരുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. അതേസമയം പോളിംഗ് കുറയാൻ കാരണം CPM പ്രവർത്തകർ വോട്ട് ചെയ്യാത്തതെന്ന് VK ശ്രീകണ്ഠൻ പ്രതികരിച്ചു. പോളിംഗിൻ്റെ കുറവ് NDA ബാധിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. കാരണം അതിൽ രണ്ട് പ്രധാന ഘടകങ്ങളാണ്. ഒന്ന്, ഡബിൾ വോട്ട് സംബന്ധിച്ച് ഹൈക്കോടതി വിധി, വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ, ബൂത്ത് ഏജൻറ്റുമാർക്ക് മാർക്ക് ചെയ്തുള്ള കോപ്പി ഞങ്ങൾ കൊടുത്തിരുന്നു. വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള വോട്ടുകൾ പോൾ ചെയ്തിട്ടില്ല. രണ്ട്, ചില പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടിങ്ങിന് വന്ന സമയം കൂടുതൽ സമയം എടുത്തിട്ടുണ്ട്. അത് ചില ആളുകളെ വോട്ട് ചെയ്യാൻ ക്യൂവിൽ നിൽക്കാൻ മടിച്ചിട്ട് മടങ്ങിപ്പോയ കേസുകൾ ഇഷ്ടംപോലെ ബൂത്തുകളിൽ ഉണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ സമയത്ത് കോൺഗ്രസിൻ്റെ UDFൻ്റെ ആളുകളെക്കാട്ടും ഏറ്റവും അധികം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിൻ്റെ വിജയത്തിന് സന്തോഷിച്ചതാണ് LDFൻ്റെ ആളുകളാണ്. പ്രത്യേകിച്ച് അന്നത്തെ മന്ത്രി ശ്രീ AK ബാലൻ അടക്കമുള്ള ആളുകൾ വലിയ ആഹ്ലാദത്തോടുകൂടിയിട്ടാണ് ആ വിജയത്തെ സ്വീകരിച്ചത്. അന്ന് തൃത്താലയും പാലക്കാടും തമ്മിൽ ഇത്തരത്തിലുള്ളൊരു ധാരണയുണ്ടായിരുന്നു. അതേ ധാരണ ഇന്ന് വടകരയും പാലക്കാടും തമ്മിൽ ഇത്തവണ പ്രാവർത്തികമാക്കിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ കേരളത്തിൽ ധാരാളം CPMൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ BJPയിലേക്ക് വരാൻ തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞല്ലോ, ജൂൺ 4-ാം തീയതി കഴിയട്ടെ ധാരാളം ആളുകൾ BJPയിലേക്ക് ജൂൺ 4 ശേഷം ഒഴുകി വരും. അരുൺ ആലത്തൂരുണ്ട് വിവരങ്ങളുമായി. അരുൺ, പാലക്കാട് വടകര മണ്ഡലങ്ങളിൽ CPM UDF വോട്ട് മറിച്ചിട്ടുണ്ടെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായി പാലക്കാട് NDA സ്ഥാനാർത്ഥി പറയുകയുണ്ടായിരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, പാലക്കാട് ഈ വോട്ടിംഗ് പൂർത്തിയായിരിക്കുന്ന സമയത്ത് അതിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ പരിശോധിക്കുമ്പോൾ 73% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ തവണ 77.7% പോളിംഗ് ഉണ്ടായിരുന്നു. ഇത്തവണ ഏതായാലും വലിയ കുറവ് ഉണ്ട്. ഈ കുറവ് ആരെ ബാധിക്കുമെന്നുള്ളതിൽ NDA ക്യാമ്പുകളിൽ വലിയ പ്രതീക്ഷയാണുള്ളത്. അത് തങ്ങളെ ബാധിക്കില്ല എന്നും അത് UDFനെയാണ് ബാധിക്കാൻ സാധ്യത എന്നുള്ളതുമാണ് പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥിയായ C. കൃഷ്ണകുമാർ പറയുന്നത്. BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം പ്രതീക്ഷിച്ചതിനെ കൂടുതൽ വോട്ട് പോൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് BJP പറയുന്നത്. അത് പാലക്കാട് മണ്ഡലത്തിലാണെങ്കിലും ഒറ്റപ്പാലത്താണെങ്കിലും ഷൊർണൂരിലാണെങ്കിലും ഒക്കെ BJPക്ക് പ്രതീക്ഷിച്ചതിലധികം വോട്ട് പോൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഈ വാർഡ് തലത്തിൽ പോലും പരിശോധിക്കുമ്പോൾ 75 മുതൽ 85% വരെ BJPയുടെ ഓരോ പഞ്ചായത്തിലെ വാർഡുകളിലും മറ്റുമൊക്കെ വോട്ട് പോൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് BJP കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ അത് തങ്ങൾക്ക് അനുകൂലമായി മാറും എന്നുള്ളതാണ് NDA സ്ഥാനാർത്ഥിയായ C. കൃഷ്ണകുമാർ പറയുന്നത്. അതേസമയം തന്നെ ഈ LDFും UDFും തമ്മിലൊരു വോട്ട് കച്ചവടം നടന്നിട്ടുണ്ട്. അതായത് വടകര പാലക്കാട് ഡീലാണ് നടന്നിരിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിരുന്നു. അത് ഇന്നും ആവർത്തിക്കുക ഉണ്ടായി എന്നുള്ളതാണ്. വടകരയിൽ ഷാഫിയെ ജയിപ്പിക്കുക, അതോടൊപ്പം തന്നെ പാലക്കാട് A. വിജയരാഘവനെ ജയിപ്പിക്കുക എന്നുള്ളതാണ് ഡീല്. ആ ഡീലിന് ഒരു മന്ത്രിയും ഒരു മുൻ മന്ത്രിയുമാണ് കൂട്ടുനിന്നിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് തൃത്താല ഡീലായിരുന്നു. തൃത്താലയിൽ MP രാജേഷിനെ വിജയിപ്പിക്കുകയും അതോടൊപ്പം തന്നെ പാലക്കാട് ഷാഫി പറമ്പിലിനെ വിജയിപ്പിക്കുക എന്ന തരത്തിലൊരു ഡീലായിരുന്നു അവർ തമ്മിൽ നടത്തിയിരുന്നത്. ഇത്തവണ ഏതായാലും അത് വടകര പാലക്കാട് ഡീലാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് BJP ആരോപണമായി ഉന്നയിക്കുന്നത്. അതേസമയം തന്നെ VK ശ്രീകണ്ഠൻ UDF സ്ഥാനാർത്ഥി പറയുന്നത് അത്തരത്തിലൊരു വോട്ട് കച്ചവടവും നടന്നിട്ടില്ല, അത്തരത്തിലുള്ള ആരോപണങ്ങളെയൊക്കെ പാടെ തള്ളുകയാണ് UDF. അതേസമയം തന്നെ ഈ പോളിംഗ് പെർസെൻറ്റേജ് കുറയാനുണ്ടായ കാരണം എന്നുള്ളത് ഈ CPMകാർ കൃത്യമായി വോട്ട് ചെയ്യാതിരുന്നതും മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പോളിംഗ് കുറയ്ക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായ ഒരു ശ്രമം ഉണ്ടായി എന്നുള്ളതാണ് VK ശ്രീകണ്ഠൻ പറയുന്നത്. പലയിടത്തും UDFകാരായ അല്ലെങ്കിൽ BJPക്കാരായ ആളുകൾക്കൊക്കെ വോട്ട് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി അവർക്ക് കൃത്യമായി അവർക്ക് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും എല്ലാം വോട്ട് ചെയ്ത ആളുകൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ അവർക്ക് വോട്ടില്ല എന്ന തരത്തിലുണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ കള്ളവോട്ടുകൾ വ്യാപകമായി നടന്നിട്ടുണ്ട് എന്നും മാത്രമല്ല ഈ ഇരട്ട വോട്ടുകൾ അത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് VK ശ്രീകണ്ഠൻ പറയുന്നത്. മാത്രമല്ല തങ്ങൾക്ക് തികഞ്ഞ വിജയ പ്രതീക്ഷയുണ്ട് എന്നുള്ളതും VK ശ്രീകണ്ഠൻ പ്രതീക്ഷയായി പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ LDF ക്യാമ്പുകളിൽ ഇതുവരെ പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. LDF ക്യാമ്പുകളും തികഞ്ഞ വിജയപ്രതീക്ഷ തന്നെയാണ് ഈ പോളിംഗ് കുറഞ്ഞതിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ വോട്ടുകൾ അവർക്ക് കൃത്യമായി തന്നെ പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് ഇടത് ക്യാമ്പുകൾ. അതുതന്നെയാണ് പാലക്കാട് നിന്ന് തത്സമയം വിവരങ്ങളുമായി ചേരുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി അരുൺ ആലത്തൂർ.